സ്തുതി 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 സ്തുതി. പ്രൈസ് ദി ലോർഡ്. ഒന്ന് വായിച്ചേ. അങ്ങ് അവനും അവനും ഇവിടെ ആരാ? നമ്മൾ ഓരോരുത്തർക്കും അവനും അവൻ്റെ ഭവനത്തിനും സമ്പത്തിനും അവന്റെ പ്രവൃത്തികളെ അനുഗ്രഹിച്ചു, അവന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്തു. പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹം ഉണ്ടാ, പ്രവൃത്തികളിൽ അനുഗ്രഹം ഉണ്ടാ, സമ്പത്ത് വർദ്ധിക്കുന്നുണ്ടാ, ഉള്ളതും കൂടി പോണ അവസ്ഥയാണ്. സമ്പത്ത് എന്ന് പറയുന്നത് എന്താ? പ്രഭാഷകൻ 31:1-2 വാക്യം ഒന്ന് വായിച്ചു. ഒന്നും കൂടെ ആദ്യം മൂലം വായിച്ചേ. ധനത്തിലുള്ള ഭയങ്കര ഒരാഴ്ച ധ്യാനിക്കാനുള്ള വിഷയമാണത് ഈ ഒരു ഒറ്റ വചനം. ധനത്തിലുള്ള അതിശ്രദ്ധ. ഉള്ളതെല്ലാം ആശുപത്രിക്ക് കൊടുത്തിട്ടും മരുന്ന് കഴിച്ചിട്ടും ചികിത്സിച്ചിട്ടും പല മാറി മാറി ഡോക്ടർമാരെ കണ്ടിട്ടും വല്ല മാറ്റം ഉണ്ടാ? ധനത്തിലുള്ള അതിശ്രദ്ധ എന്ത് വരുത്തും? ആരോഗ്യം നശിപ്പിക്കും. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് പറയും. ഇനി ആ ഹെൽത്ത് പോയി കഴിഞ്ഞാൽ പോയില്ലേ, കാശിൻ്റെ മാത്രം കാര്യമുണ്ടോ? പ്രൈസ് ദി ലോർഡ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരു വക്കീലാണ്, ഇൻകം ടാക്സ് വക്കീലാണ്. ആ മാഡം പറഞ്ഞ ഇതാണ്, 63 ലക്ഷം രൂപ ആ മാഡത്തിൻ്റെ ക്ലയൻറ്റിന് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർ 63 ലക്ഷം രൂപ ചികിത്സിക്കാൻ വേണ്ടി ആശുപത്രി ചിലവാക്കി രക്ഷപ്പെടുമെന്നും പറഞ്ഞ് 63 ലക്ഷം പോയി കഴിഞ്ഞ് ആളും പോയി. പ്രൈസ് ദി ലോർഡ്. വല്ല കാര്യം ഉണ്ടായാ? ഒരു കാര്യമില്ല. ഹല്ലേലൂയ. യേശുവേ നന്ദി. അതേക്കുറിച്ചുള്ള ഉറക്കമില്ലാത്തവരൊക്കെ ഉണ്ട്. അതുകൊണ്ട് എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കൾ, എൻ്റെ ചേട്ടൻ ഉണ്ടായിരുന്നപ്പോൾ ഇത്രയും വിചാരമില്ല. ഇപ്പോൾ പോയി കഴിഞ്ഞപ്പോഴാണ് ശരിയാ ബ്രദർ പറയണ സത്യമാണെന്ന് പറയും. മരിച്ചു കഴിഞ്ഞപ്പോഴാണ് കാര്യം കൊലകൊമ്പനായിരുന്നെങ്കിലും ഒരു അന്തിക്കൂട്ട് എങ്കിലും ഉണ്ടായിരുന്നു. ആരും കളിക്കാൻ വേണ്ടി വരില്ല. ഇപ്പോൾ ഒരു ലൈറ്റ് കേടായാൽ പോലും മാറിയിടാൻ വേണ്ടി ആരെങ്കിലും വിളിക്കാൻ പേടിയാണ് ഇപ്പോൾ ഓരോന്നൊക്കെ കേട്ടിട്ടെന്ന് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എങ്ങനത്തെ ആകട്ടെ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശു ജീവിച്ചിരുന്നപ്പോൾ ഞാൻ ആ മനുഷ്യന് ഒരു സന്തോഷം കൊടുത്തില്ല. പച്ചക്ക് വന്ന് പറയുന്നവരുണ്ട്. അതുകൊണ്ട് ജീവിച്ചിരിക്കുമ്പോൾ സ്നേഹിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ നന്മ ചെയ്യുക. ഉത്കണ്ഠയുടെ തടവുകാരാണ് ഒത്തിരി പേര്. ഇനി ചിലരുടെയൊക്കെ ഉത്കണ്ഠ ഇതാണ്, അയ്യോ ഇന്ന് ശനിയാഴ്ചയാണല്ലോ, ഇനി നാളെ ആകുമ്പോഴാ അയ്യോ ഇന്ന് ഞായറാഴ്ചയല്ല പള്ളിയിൽ പോകണം. രാവിലെ വിചാരിക്കും വൈകുന്നേരം പോവാം, വൈകുന്നേരം ആകുമ്പോൾ വിചാരിക്കും മഴയാണല്ല, ഏതെങ്കിലും ഒരു ദിവസം കുർബാന കണ്ട് കാഴ്ച. ഇങ്ങനെ പലവിധ ഉത്കണ്ഠയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പലവിധ ഉത്കണ്ഠപ്പെടുന്നവരുണ്ട്. ഇന്ന് ആ ദിവസമാണല്ല, ഇങ്ങനെ ബുധനാഴ്ച തടവുകാരുണ്ട്, വ്യാഴാഴ്ച തടവുകാരുണ്ട്. ഓരോരോ കാര്യവും പറഞ്ഞ് ആദ്യം ഉത്കണ്ഠ, ഒന്നുമില്ലെങ്കിൽ ഇന്ന് ഈ ദിവസമാണല്ല എന്ന് ഓർത്ത് ആദ്യം പിടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് 118-ാം സങ്കീർത്തനത്തിൽ 24-ാം വാക്യം, അത് മറിക്കണ്ട, അതിൽ പറയുന്നുണ്ട്, കർത്താവ് ഒരുക്കിയ ദിവസമാണ് ഇന്ന്, ഇന്ന് ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആളുടെ കൈ പിടിച്ച് വചനമെന്ന് പറഞ്ഞ് അഭിഷേകം കിട്ടട്ടെ, സ്പാർക്ക് ചെയ്യട്ടെ. ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം, ഇന്ന് സന്തോഷിച്ച് ഉല്ലസിക്കാം. അതായത് ഇന്ന് സന്തോഷിക്കാൻ എന്തോരം കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. എന്നിട്ട് ഈ സങ്കടപ്പെടാനുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടിരിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മളെക്കാൾ വലിയവരുമായിട്ട് നമ്മളെ താരതമ്യപ്പെടുത്തും. അപ്പോൾ നമുക്കൊരു സമാധാനവും ഉണ്ടാകത്തില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ സമാധാനം പോണതിന് കാരണക്കാരാരാ? നമ്മൾ തന്നെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല കാരണങ്ങളും നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പല മുന്നറിയിപ്പുകളെയും നമ്മൾ അവഗണിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ദൈവം നമ്മളോട് നമുക്ക് ആവശ്യമുള്ളതെല്ലാം ബൈബിളിലുണ്ട്. യോഹന്നാൻ 14:1 പറയുന്നത്, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. ഏശയ്യ 49:15-16 ആശ്വാസത്തിന്റെ വചനങ്ങൾ, ദൈവസ്നേഹത്തിന്റെ വചനങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്കും മറക്കാനാവുമോ? പെറ്റമ്മ പുത്രനോട് കരുണ കാണിക്കാതിരിക്കുമോ? അവൾ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഞാനൊക്കെ എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ ഇവിടെ ഒരു ഡോൺ ബോസ്കോ ഉണ്ട്. അപ്പോൾ ആ ഡോൺ ബോസ്കോയിലെ പിള്ളേരും ഞങ്ങൾ പഠിക്കുന്ന സെൻറ്റ് ആൽബർട്ട്സിൽ നിന്ന് മാറി ഞാൻ പഠിച്ച സെൻറ്റ് റീത്ത സ്കൂളിലേക്ക് വന്നു. അപ്പോൾ അവർ തബല കൊട്ടണ്, ഹാർമോണിയം വായിക്കണം, ഓർഗൻ വായിക്കണം, വയലിൻ വായിക്കണം. ഇത് വന്നിട്ട് കണ്ടിട്ട് നമ്മൾ വീട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കും. വീട്ടിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ ബിസിനസ് എല്ലാം തകർന്ന് തരിപ്പണം നോക്കണേ. അപ്പോൾ ഇങ്ങനെ
ദൈവത്തോട് പറഞ്ഞിട്ടുണ്ട്, ഓർത്തറുണ്ട്, അച്ഛനും അമ്മയും ഇല്ലാത്തവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഈ ഡോൺ ബോസ്കോയിലെ പിള്ളേർ അങ്ങനത്തെ വല്ലതും ആയാൽ മതിയായിരുന്നു എന്ന് പറയും. എന്തിനു വേണ്ടിയാ? ഹാർമോണിയം പഠിക്കാൻ, ഓർഗൻ പഠിക്കാൻ. അങ്ങനെ ജീവിതത്തിൽ നമ്മുടെ ആ ചിന്തയും വിചാരമൊക്കെ പാട്ട് പഠിക്കാനൊക്കെ പോകും. പക്ഷേ അടുത്ത ഫീസ് കൊടുക്കാൻ വേണ്ടി 1 മാസം ചേരാനുള്ള ഫീസ് സ്വൈര്യക്കേട് കൊണ്ട് വീട്ടുകാർ തരും. അപ്പോൾ സരിഗമ പാദനീസ സാനിധ മഗരീസ അത് പഠിച്ച് പിറ്റേ മാസം ഫീസ് കൊടുക്കാനില്ല, കൊണ്ടാന്ന് പറഞ്ഞു. പിന്നെ കടം മേടിച്ച് ഫീസ് കൊണ്ട് ചെല്ലുമ്പോൾ പിറ്റേ മാസം ഈ സരിഗമ്മയും പാടിക്കൊണ്ടിരിക്കാനാണ് വന്നതെന്ന് ഓർക്കും. എല്ലാം ഈ സരിഗമ്മ തന്നെയല്ലേ. അപ്പോൾ വേഗം കിട്ടണം, അതിനുള്ള എളിമയില്ല, പിന്നെ പൈസയുമില്ല. തബല പഠിക്കണം. അമ്മ പറയും ഇവന് എന്തൊക്കെ പഠിക്കണം, ഒന്നും കൈക്കിട്ടൊക്കെ ഇങ്ങനെ അടിക്കും, വടിയെടുത്തിട്ട് കുരുക്കണുണ്ടെങ്കിൽ വല്ല കരിങ്കലുമായിട്ട് ഇടിക്കടാ എന്നൊക്കെ പറയും. ആകെ കഷ്ടവും വിഷമവും സങ്കടവുമാണ്. പക്ഷേ അതെല്ലാം കടന്നു പോയി, കാലങ്ങൾ മുന്നോട്ട് പോയി. അതിൻ്റെ തക്ക സമയത്ത് ദൈവം അതെല്ലാം പഠിപ്പിച്ച് അതെല്ലാം ചെയ്യാനും മക്കൾക്കും, അവരൊക്കെ ഇപ്പോൾ ഓർക്കണ്ടെന്നറിയില്ല, നീ അപ്പം പഠിപ്പിച്ച അപ്പന് ക്ഷമയില്ലെന്ന് പറഞ്ഞിട്ട് അതിന് വേറെ ആളെ അറേഞ്ച് ചെയ്ത് അവരും പള്ളിയിൽ 12 വർഷം എൻ്റെ കൂടെ കൊയറിൽ പള്ളിയിൽ പിള്ളേരുടെ കുർബാനക്ക് അവർ വായിക്കുമായിരുന്നു. മോനും മോളും രണ്ടുപേരും ചെയ്യുമായിരുന്നു. അപ്പോൾ നമ്മുടെ ആഗ്രഹം മാത്രമല്ല, തലമുറകൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ ആര് തരും? ദൈവം തരും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വിട്ട് കളഞ്ഞ് അന്ന് നമുക്ക് അതൊന്നും പഠിക്കാൻ പറ്റില്ല. ഇതൊക്കെ പഠിക്കണമെങ്കിൽ അന്ന് പഠിക്കണം. അപ്പം പഠിച്ചില്ലെങ്കിൽ പിന്നെ പഠിക്കാൻ പറ്റും. അപ്പം തന്നെ നടക്കണം. അങ്ങനത്തെ ചിന്തയിൽ നമ്മുടെ മനസ്സിൽ പോലും ഇല്ലാതിരുന്ന കാലത്ത് പ്രാർത്ഥനക്ക് ഹാർമോണിയം വായിക്കാൻ, ഓർഗൻ വായിക്കാൻ ഓരോരുത്തർ വരുമ്പോൾ ഇങ്ങനെ തേൻ കുടിക്കണ പോലെ നോക്കി നിൽക്കും. ഇവർ വല്ലവരും വല്ലതും പറഞ്ഞു തരും. അവർക്ക് അവരുടെ കാര്യത്തിന് തന്നെ സമയമില്ല. ഇപ്പം കിട്ടും. നമുക്ക് ഇതെന്താ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ നിൽക്കും. എല്ലാവർക്കും അവരവരുടെ കാര്യമുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും പഠിക്കാൻ ചേര്, അവരൊക്കെ ഉപദേശിച്ചു തരും. അത്യാവശ്യം ചില സംശയങ്ങളൊക്കെ അത് ഇങ്ങനെ പറഞ്ഞു തരും. പക്ഷേ ദൈവം ഒരു കാര്യം പഠിപ്പിച്ചാൽ അതിൽ നടക്കാത്ത ഒരു കാര്യമില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ 37 വർഷമായി ശുശ്രൂഷയിലേക്ക് വന്നിട്ട് 35 കൊല്ലം എടുത്ത് ഓർഗൻ വായിച്ച് പാട്ട് പാടി ചില അച്ഛന്മാരെ കൂടി ധ്യാന പരിപാടികൾക്കും പോയി ഇതൊക്കെ ചെയ്തു. അപ്പോൾ പ്രശാന്ത് അച്ഛൻ പറഞ്ഞു, നീ ഓർഗൻ വായിച്ച് പാട്ടും പാടി നടക്കാനില്ല, നിൻ്റെ പണി വചനപ്രഘോഷണമാണ്, അതുകൊണ്ട് നീ അത് ശ്രദ്ധിച്ചാൽ മതി, കൂട്ടത്തിൽ കൂടി ചെയ്യാൻ പറ്റുമ്പോൾ അത് ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അതും ചെയ്തുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ആരാധന. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുദപിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ആഗതനായവൻ വിളിച്ചിടുന്നു. പടി സമയം സമാഗതമായി. എന്തിന് സമയമായി? ഈശോ എന്താ പറഞ്ഞ? മാർക്കോസ് 1:15. എന്തിന് സമയം? അനുദപിക്കാനുള്ള സമയം. സമയം സമാഗതമായി. സുവിശേഷത്തിൻ്റെ ഒരു കാതലായ സന്ദേശമാണ് അനുദപിക്കുക, മാനസാന്തരപ്പെടുക. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ 31:1-2 മുഴുവൻ വായിച്ച പ്രഭാഷകൻ. ഉറക്കം അതോടെ രോഗിയുമായി ആദ്യ പിടിച്ച് വല്ല കാര്യമുണ്ടോ? ഇപ്പം എല്ലാം ഉണ്ട്, പക്ഷേ ഇപ്പോൾ ഒന്നും അനുഭവിക്കാൻ പറ്റണില്ല. പേര് പറയാൻ കൊള്ളാത്ത രോഗങ്ങളാണ്. ഷുഗറാണ്, പ്രഷറാണ്, കൊളസ്ട്രോളാണ്, ഇനി എല്ലാം കൂടെയാണ് എന്താണെന്നൊക്കെ പറയാൻ പറ്റാത്ത അവസ്ഥ. ടെൻഷൻ അടിച്ച് അഡ്രിനാലിൻ കൂടി എൻഡോർഫിൻ, ഓക്സിറ്റോക്സിൻ, രോഗപ്രതിരോധ ശക്തി തരുന്ന ഡോപ്പമിൻ, സന്തോഷം തരുന്ന സെറോട്ടോണിൻ, ഇല്ലെങ്കിൽ മരിക്കണം. എല്ലാവരും പറയും ഇവനൊക്കെ എന്താ തലക്ക് വല്ല പ്രൈസ് ദി ലോർഡ്, എന്താ ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം എൻ്റെ വീട്ടിൽ മുകളിലുള്ള PG ഹോസ്റ്റലിൽ അവിടെ എറണാകുളത്ത് ഒരു കോഴ്സിന് മകനെ കൊണ്ടുവന്ന് ചേർത്തിട്ട് അമ്മയും മോനും മാത്രമേ ഉള്ളൂ.
തൃശ്ശൂർ എങ്ങാണ്ടും ആണെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഇവരൊക്കെ വരുമ്പോഴാണ് ഇവിടെയൊക്കെ ഇങ്ങനത്തെ സ്ഥാപനമുണ്ട്, ഷിപ്പിൽ പോകാൻ വേണ്ടിയുള്ള ഉണ്ട്, ഓയിൽ ആൻഡ് ഗ്യാസ് അങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ മോനെ കൊണ്ടുവന്ന് അമ്മ ചേർത്ത് ഏൽപ്പിച്ച് പൈസയൊക്കെ തന്നിട്ട് പോയി. അപ്പോൾ ഒരു ദിവസമായി 2 ദിവസമായി കാണുന്നില്ല. അപ്പോഴാണ് അവിടെ നിന്ന് ഫോൺ വരുന്നത്, വീട്ടിൽ നിന്ന് അവൻ പൈസ കട്ടെടുത്തിട്ട് അത് പിടിച്ചിട്ട് അവൻ മണ്ണെണ്ണ ഒഴിച്ച് മരിക്കാൻ ശ്രമിച്ചിട്ട് ഇപ്പം മുഖം 70% പൊള്ളലേറ്റ് ഷർട്ട് മുഴുവൻ ഉരുകി പിടിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഓപ്പറേഷനാണെന്ന് പറഞ്ഞ്, പക്ഷേ ആൾ ഒരു സ്ഥിതി വീണ്ടെടുക്കാത്തത് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത്. കഴിഞ്ഞ ദിവസം ആ അമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഒരേ ഒരു മകനും അമ്മയും മാത്രമേ ഉള്ളൂ, ഇവൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും ഓർത്തില്ല. വെറും 3000 രൂപയുടെ കാര്യത്തിന് വേണ്ടി ഉള്ള വഴക്കുണ്ടാക്കിയിട്ട് ആണ്. ഞാനപ്പോൾ ആ പൈസ ഇന്നലെ തിരിച്ച് ഇട്ട് കൊടുത്തു. പറഞ്ഞുകൊണ്ടാണ് എടുത്തത്. കാരണം നിങ്ങൾക്ക് ഈ സീറ്റ് തരുമ്പോൾ, താമസത്തിന് PG ഇത് തരുമ്പോൾ വേറെ ആൾക്കാർ വന്നാൽ പിന്നെ അതുകൊണ്ട് ഇത് റിട്ടേൺ ചെയ്യാനായിട്ടും പാടാണ്. ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട്, ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇനി ഞങ്ങൾക്ക് വേണ്ട, ആൾ വന്നില്ല അങ്ങനെയും പറഞ്ഞു വരരുത്, അങ്ങനെ ഞങ്ങൾ സംശയിച്ചിരുന്നത്. പക്ഷെ ആ സ്ത്രീ വിളിച്ചിട്ട് പറഞ്ഞു, ഒരേ ഒരു മകൻ ഇപ്പോൾ പൊള്ളി വെന്തുരുകി കിടക്കണേണ്, അതുകൊണ്ട് പ്രാർത്ഥിക്കണേ ബ്രദറെ, പ്രാർത്ഥിക്കാൻ പറയണേ എന്ന്. കുഞ്ഞിലക്ഷ്മി എന്നാണ് അവരുടെ പേര്, മകൻ്റെ പേര് വിഷ്ണു എന്നാണ്. അവർ പറഞ്ഞ് എനിക്ക് ഈശോയിൽ ഭയങ്കര വിശ്വാസമാണ്, ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആ നമുക്ക് ആകെയുള്ളത് ആ മകൻ മാത്രമാണ്, മോൻ ഇങ്ങനത്തെ ഒരു ബോധക്കേട് ചെയ്യുമെന്ന് ഓർത്തില്ല. ഇപ്പം ആ മകനെ ഓർത്ത് അമ്മ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുക. ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്. ഹല്ലേലൂയാ യേശുവേ നന്ദി, സ്തുതി 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 സ്തുതി. ഹല്ലേലൂയ.